നമസ്കാരം. ചില ചോദ്യങ്ങൾ എനിക്ക് കിട്ടുന്നത് കേൾക്കുമ്പോൾ കുറച്ച് സില്ലിയായിട്ടൊക്കെ തോന്നുമെങ്കിലും കാര്യമായിട്ടങ്ങ് ചിന്തിപ്പിച്ച് കളയും. സോ ഇത്തവണ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്നത് ഒരു പയ്യൻ അയച്ചു തന്ന ക്വസ്റ്റ്യനാണ്. ഈ ആൾ ഒരു കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്ന പയ്യനാണ്. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒബ്വിയസ്ലി ആണുങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ ടോപ്പിക്സ് എന്നത് ഉറപ്പായിട്ടും സ്ത്രീകൾ, ഗേൾ ഫ്രണ്ട്സ് എന്നതാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന രണ്ട് വാക്കുകളാണ് വൈഫ് മെറ്റീരിയൽ, ഗേൾ ഫ്രണ്ട് മെറ്റീരിയൽ എന്നത്. എന്താണ് ഈ വൈഫ് മെറ്റീരിയൽ, ഗേൾ ഫ്രണ്ട് മെറ്റീരിയൽ? അത് ചിലരെ മാത്രമേ നമുക്ക് ഭാര്യയാക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ജെന്യുവൻ ആയിട്ടുള്ളൊരു ചോദ്യം പയ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഒരു 5 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ചില കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചൊരു വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരും. അപ്പോഴേ അത് എല്ലാവർക്കും മനസ്സിലാവും. നേരിട്ട് അങ്ങോട്ട് നമ്മൾ കോൺസെപ്റ്റിലോട്ട് കയറുമ്പം ബേസിക്സ് ഒക്കെ മനസ്സിലായ ഒരാൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുമായിരിക്കും. പക്ഷേ ബേസിക് പോലും അറിയാൻ പാടില്ലാത്ത കുറേ പേര് നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ചില ബേസിക്സിൽ കൂടി നിങ്ങളെ ആദ്യം ട്രാവൽ ചെയ്യിപ്പിക്കാം, എന്നിട്ട് നമുക്ക് ഈ കോൺസെപ്റ്റിലോട്ട് കയറാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു എക്സാമ്പിൾ എന്നത് 2 സെനാരിയോസിൻ്റെ എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. സെനാരിയോ എ എന്നത് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഓക്കെ, അപ്പം ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഒരു എന്താ പറയുക, ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അകത്ത് കിടന്നിരുന്ന ഒരു ഫീലിംഗ് എന്തായിരുന്നിരിക്കാം. ഉറപ്പായിട്ടും പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ജീവിച്ച ആരും ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് ജീവിച്ചില്ലെങ്കിലും നമുക്കൊക്കെ അറിയാം, നമ്മളെക്കാട്ടിലും മുകളിലൊരു അതോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിച്ചിരിക്കുക. ഉറപ്പായിട്ട് പേടി ഉണ്ടായിരുന്നായിരിക്കും. ദെൻ ഒരു അൺസേഫ് ഫീലിംഗ് ഉണ്ടായിരുന്നായിരിക്കും. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം, അല്ലെങ്കിൽ എൻ്റെ ഹയർ അതോറിറ്റി ഒരു ബ്രിട്ടീഷർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ അവരോട് ഞാൻ ഒബേ ചെയ്യണം, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കണം, അല്ലെങ്കിൽ നമ്മളൊക്കെ ആരുടെയോ കീഴിലാണ്, നമ്മളാരും ഈക്വൽ അല്ല, അല്ലെങ്കിൽ വേറെ ആരോ എസ്റ്റാബ്ലിഷ് ചെയ്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അന്നത്തെ കാലത്ത് ചില ക്ലബ്സും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു, വേറെ ബ്രിട്ടീഷേഴ്സിന് മാത്രം അവിടെ പോകാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന ആളുകൾക്ക് മാത്രം അവിടെ പോകാൻ പോലും പറ്റുണ്ടായിരുന്നുള്ളൂ. എല്ലാവരെ കൊണ്ടും എല്ലായിടത്തോട്ടും പോകാൻ പോലും പറ്റുണ്ടായിരുന്നില്ല. സോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് ഈ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളത് ഡയറക്റ്റ്ലി ജീവിച്ച് അനുഭവിച്ചിട്ടില്ലെങ്കിലും വി കൻ ഓൾ ഇമാജിൻ ഇങ്ങനെ ആയിരുന്നായിരിക്കും. അത് സെനാരിയോ എ. അടുത്തത് സെനാരിയോ ബി എന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് പോയിട്ടുണ്ടായിരിക്കുക? ആരും നമ്മുടെ മുകളിലില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റേസിൻ്റെ ബേസിലോ എത്നിസിറ്റിയുടെ ബേസിലോ അല്ലെങ്കിൽ സ്കിൻ കളറിൻ്റെ ബേസിലോ പോലും ആരും നമ്മുടെ മുകളിലില്ല. അറ്റ്ലീസ്റ്റ് ആസ് എ കൺട്രി നമ്മളെല്ലാവരും ഒന്നാണ്, ഒരേപോലത്തെ ആളുകളാണ്. ആൻഡ് നമുക്ക് ആ ഒരു പേടി എന്നത് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് പോയിട്ടുണ്ടായിരുന്നായിരിക്കും. ആൻഡ് കുറച്ചുകൂടി ഒരു ഫീലിംഗ് ഫ്രീ ഇൻ ദ സൊസൈറ്റി, അല്ലേ? കുറച്ചുകൂടി നമ്മൾ മുകളിൽ ആരുമില്ല, നമ്മുടെ മേത്ത് അധികാരം ചെലുത്താൻ ആരും ഇല്ലാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫ്രീ ഫീലിംഗ് ഉണ്ടായിരുന്നായിരിക്കാം. ആൻഡ് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമ്മൾ ആരുടെയും പെർമിഷൻ ചോദിക്കണ്ട എന്നൊരു ഫീലിംഗ് എങ്കിലും ഉറപ്പായിട്ട് നമുക്ക് ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഫീലിംഗ് ആണ്, അല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിൽ കുറച്ചുകൂടി ഒരു റിലീഫ് ഉണ്ട്, അല്ലേ? സോ അതാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, ആൻഡ് അതാണ് നമ്മുടെ സെനാരിയോ ബി. അപ്പോൾ ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നറിയില്ല, പക്ഷെ ഞാൻ ഈ സെനാരിയോ എയും സെനാരിയോ ബിയും പറഞ്ഞത് പേട്രിയാർക്കി എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് റേപ്പ് ആയിക്കോട്ടെ, ഹരാസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ മിസോജിനി, സെക്സിസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കഷൻസിൽ വരുന്ന ഒരു വാക്കാണ് പേട്രിയാർക്കി എന്ന് പറയുന്നത്. അത് ഓഫ് കോഴ്സ് കുറേ പേർക്ക് അത് എന്താണെന്നുള്ള അറിയാം, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക് അറിയാം. പക്ഷേ കുറേ പേർക്ക് അത് അറിയില്ല. ആക്ച്വലി എന്താണ് ഈ പേട്രിയാർക്കി എന്നുള്ളത് അവർക്ക് ശരിക്കും അറിയില്ല. ഈ പേട്രിയാർക്കി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രീ ഇൻഡിപെൻഡൻസ് സെനാരിയോ എ പറഞ്ഞില്ലേ, അതാണ് പേട്രിയാർക്കി. ഓക്കെ, അതായത് ആരൊക്കെയോ ഉണ്ടാക്കിയ റൂൾസ്, അതായത് ആണുങ്ങൾ ഉണ്ടാക്കിയ റൂൾസ്. ബേസിക്കലി പുരുഷന്മാരാണ് ഈ പേട്രിയാർക്കി എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടാക്കിയല്ല. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തമിഴിൽ ആണാധിക്യം എന്നാണ്. മലയാളത്തിൽ എക്സാക്ട്ലി വേർഡ് എന്താണെന്ന് എനിക്കറിയില്ല. സോ പേട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് പുരുഷന്മാരുണ്ടാക്കിയ റൂൾസ്, അതായത് അവർക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ
അവരുണ്ടാക്കി എടുത്ത ചില നോംസ് ആൻഡ് ചില സിസ്റ്റംസ്. ഓക്കെ, ഇതാണ് കാര്യം, ഇതങ്ങ് ഫോളോ ചെയ്തോളൂ എന്ന് പറയുന്നതാണ് ഈ പേട്രിയാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ പേട്രിയാർക്കി എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രീ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ റൂൾ ചെയ്ത ഒരു ഇന്ത്യയുമായിട്ട് നമുക്ക് അത് ഉപമിക്കാവുന്നതേ ഉള്ളൂ. എക്സാക്ട് എക്സാമ്പിൾ അല്ല, എന്നാലും ദിസ് ഇസ് ഫോർ എവറിബഡി ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ ബിക്കോസ് lot of teenagers are also following me because so I want everybody to understand this, 13-14-year-olds, everybody, right? So അതവിടെ ഇരിക്കട്ടെ. ആൻഡ് അപ്പോൾ ഒരു പേട്രിയാർക്കൽ സിസ്റ്റം നിലനിന്നിരുന്ന സമയത്ത് ഓക്കെ, അതാരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവുക? ആണുങ്ങൾക്കടുത്തപടി ഇപ്പോൾ 1000 ആണുങ്ങളുണ്ടെങ്കിൽ 1000 പെണ്ണുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 1001 പെണ്ണുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 999 പെണ്ണുങ്ങളുണ്ടാവും, വാട്ട് എവർ ഇറ്റ് ഇസ്. അടുത്തതെന്ന് വരുന്ന ഒരു നമ്പേഴ്സിൽ തൊട്ടടുത്തെന്ന് വരുന്ന ഓബ്വിയസ്ലി ഫീമെയിൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഫീമെയിൽസിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ പേട്രിയാർക്കി അങ്ങ് അഫക്റ്റ് ചെയ്തത്. നമുക്ക് എന്തും ധരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഈക്വൽ പേ ഇല്ല, അങ്ങനെയുള്ള രീതിയിൽ പല രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്തത് സ്ത്രീകളെ ആയതുകൊണ്ട് സ്ത്രീകളാണ് ആദ്യം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യമേ ഫൈറ്റ് തുടങ്ങിയത് പേട്രിയാർക്കിക്ക് അഗൻസ്റ്റ് ആയിട്ട്. ആൻഡ് അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു ഫൈറ്റിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത്. സോ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു മൂവ്മെൻറ്റാണ്. ഈ പേട്രിയാർക്കിയുടെ ഇറിറ്റേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു മൂവ്മെൻറ്റാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്. കുറേ പേര് പേട്രിയാർക്കിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഭൂരിപക്ഷം സ്ത്രീകളായിരുന്നു, കാരണം ഇത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കൂടുതലും സ്ത്രീകളെ ആയിരുന്നു. ഓഫ് കോഴ്സ് പുരുഷന്മാരും അലൈസ് ആയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങളും വരാം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തവരും ഉണ്ടായിട്ടുണ്ട്. ഹിസ്റ്ററിയിലോട്ട് നമുക്ക് പോയാൽ അറിയാം, ധാരാളം പുരുഷന്മാരും സ്ത്രീകളുടെ റൈറ്റ്സിനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഒരു മൂവ്മെൻറ്റാണ് ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സിനെ തുരത്തിയടിക്കാൻ വേണ്ടി വന്ന ഒരു മൂവ്മെൻ്റ് ആണല്ലോ നമ്മുടെ ഈ ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ പേട്രിയാർക്കി നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ പേട്രിയാർക്കി കൊണ്ട് യാതൊരു ബെനിഫിറ്റും ആർക്കുമില്ല. ഐ മീൻ ആണുങ്ങൾക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സർട്ടൻ സെഗ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റിക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ അത് വേണ്ട, ഒരു സിസ്റ്റമേ വേണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ അതിന് അഗൻസ്റ്റ് ആയിട്ട് വന്ന ഒരു സിസ്റ്റമാണ് മൂവ്മെൻ്റാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പ്രീ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, പേട്രിയാർക്കി ആൻഡ് ഫെമിനിസം. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു, നമുക്ക് വേണ്ടി പല പല കാര്യങ്ങൾ ഈ ഫെമിനിസം ചെയ്ത് തന്നു. പല പല റൈറ്റുകൾ, നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു വോട്ട്, റൈറ്റ് പല പല കാര്യങ്ങൾ ഇത് കാരണം കിട്ടി. വിമനെ അങ്ങ് എംപവർ ചെയ്യാൻ തുടങ്ങി ഈ ഫെമിനിസം എന്നത്. അങ്ങനെ വന്നിട്ട് ഫെമിനിസം പോയി. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം പോയി. ഇന്ന് നിലനിൽക്കുന്ന ഒരു പോസ്റ്റ് മോഡേൺ ഫെമിനിസമാണ്. ഓക്കെ, കാരണം അതിങ്ങനെ പല പല വേവുകളിൽ ഇങ്ങനെ വന്ന് ഇന്ന് അത് നിൽക്കുന്ന ഒരു വളരെ ഇൻ്റർസെക്ഷണൽ ആയിട്ടുള്ളൊരു ഫെമിനിസത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയപ്പം ഫെമിനിസ്റ്റുകൾക്കായിക്കോട്ടെ, ഈ ഫൈറ്റ് ചെയ്യുന്ന ആർക്കാന്ന് വെച്ചാൽ അവർക്കൊക്കെ തോന്നിയൊരു കാര്യം, ഈ പേട്രിയാർക്കി എന്ന് പറഞ്ഞ സംഭവം സ്ത്രീകളെ മാത്രമല്ല കേട്ടോ, പലരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, പല പല മൈനോറിറ്റികളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റി ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ബൾബുകളും ട്യൂബ് ലൈറ്റുകളും പലർക്കും കത്താൻ തുടങ്ങി. അങ്ങനെ പലർക്കും വേണ്ടിയിട്ട് ഈ മൂവ്മെൻറ്റ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയും ആണ് സംഭവിച്ചത്. അപ്പോൾ ഇന്നത്തെ ഫെമിനിസം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു ഫെമിനിസമാണ്. ഓക്കെ, അതായത് കാര്യം അറിയാവുന്നവർ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നുണ്ട്. കാര്യം അറിയാത്തവരോട്, അല്ലെങ്കിൽ ഇതൊരു ഹാഫ് ബേക്ഡ് ആയിട്ട് മനസ്സിലാക്കിയവരോട് എനിക്കൊന്നും പറയാനില്ല. അവരിത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ ശ്രമിക്കണം. സോ മീ ആസ് എ ഫെമിനിസ്റ്റ്, ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയും സംസാരിക്കുന്ന ഒരാളാണ്. സോ പേരൻറ്റിങ്ങിൽ അച്ഛൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ആണുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആണുങ്ങളിൽ വരുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പല പല ടോപ്പിക്കുകളെ കുറിച്ച് കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സോ ആസ് എ ഫെമിനിസ്റ്റ് ഐ ബിലീവ് ആരൊക്കെ ഈക്വൽ അല്ല എന്നൊരു വിചാരം അല്ലെങ്കിൽ ഒരു തോന്നലോടെ ജീവിച്ചു പോകുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ സംസാരിക്കണം എന്നൊരു ബിലീഫുള്ള ആളാണ് ഞാൻ. ആൻഡ് ഞാൻ കണ്ട് വളർന്ന, അല്ലെങ്കിൽ ഞാൻ ഗൈഡൻസ് എടുത്ത ഫെമിനിസ്റ്റുകൾ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ്. ഓക്കെ, സോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഈ ഫെമിനിസത്തിന് അഗൻസ്റ്റ് ആണെന്നോ ഞാൻ ഫെമിനിസ്റ്റ് അല്ലെന്നോ ആക്ച്വലി പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഈക്വാളിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് ആ വാക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും
അങ്ങനെയാണ്. ഇനിയിപ്പോൾ വാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഇഗാലിറ്റേറിയനോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്തോളുക. പക്ഷേ കാര്യം ഇതൊക്കെ തന്നെയാണ്. ഈ പേട്രിയാർക്കിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ സംസാരിക്കുന്നവരെ കുറിച്ച് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം ഏതൊരു കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മളതൊരു ഫുള്ളായിട്ട് മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ ഹാഫ് ബേക്ഡ് ആയിട്ട് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെന്നും അത് ഇൻഫാക്റ്റ് കുറേ പേരുണ്ട് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വലിയ വലിയ യൂട്യൂബേഴ്സിനെയും ഒക്കെ ഞാൻ അവരുടെയൊക്കെ ടോക്സൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനോടൊന്നും പ്രത്യേകിച്ച് ഒരു കമൻറ്റ് ഇല്ല. കാരണം ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഫുള്ളി, സോ ദേ ക്യാൻ ടോക്ക് എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്നുള്ള രീതിയിലേ ഞാനതിനെ കാണുന്നുള്ളൂ. സോ ഇതാണ് ഈ പേട്രിയാർക്കി, ഈ ഫെമിനിസം, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ. അപ്പോൾ ഇതും നമ്മുടെ വൈഫ് മെറ്റീരിയൽ, ഗേൾ ഫ്രണ്ട് മെറ്റീരിയലുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പേട്രിയാർക്കൽ സിസ്റ്റത്തിനകത്ത് ജീവിക്കാൻ ജീവിക്കേണ്ട ആളാണ് ഈ വൈഫ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത് ബേസിക്കലി. ഓക്കെ. ആൻഡ് ഈ ഫ്രീ ഇന്ത്യ നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഇന്നത്തെ, അതായത് വിമൻ എംപവേർഡ് ആയിട്ടുള്ള വിമൻ, ഇന്ന് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ഈ ഫ്രീ ഇന്ത്യ ആണല്ലോ. അപ്പോൾ ഇതിനകത്തെ വിമൻ എങ്ങനെയായിരിക്കും? പേട്രിയാർക്കൽ ആയിരിക്കില്ല. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് പേട്രിയാർക്കൽ സിസ്റ്റം ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്കതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഞാൻ എല്ലാവരും ഈക്വലായിട്ടാണ് കാണുന്നത്. എന്നെ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ച് ജീവിക്കുന്ന ഒരു ആളാണ് ഞാൻ ആണിന് മുകളിലുമല്ല, ഞാൻ ആണിന് താഴെയല്ല. ഫോർ ദാറ്റ് മാറ്റർ എൻ്റെ കുട്ടിയുമായിട്ട് പോലും ഞാനത് നോക്കാറില്ല. എൻ്റെ മോള് എൻ്റെ ഈക്വൽ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ പാരൻറ്റിങ് ചെയ്യുന്നതും. സോ എന്താണ് ഈ വൈഫ് മെറ്റീരിയൽ, ഗേൾ ഫ്രണ്ട് മെറ്റീരിയൽ? സോ വൈഫ് മെറ്റീരിയൽ ഈസ് a woman that's supposed to fit into the patriarchal system, and girlfriend material is a woman that is currently living in the free world or an equal world. At least അവളുടെ ഉള്ളിൽ ഒരു ഈക്വൽ വേൾഡ് ആണ്. ഓക്കെ. സോ തൻ്റെ ഇഷ്ടത്തിന് തൻ്റെ ചോയ്സസ് ഫോളോ ചെയ്യുന്ന, എനിക്കെന്ത് ആഗ്രഹമുണ്ടോ അത് ചെയ്യാം എന്ന് പൂർണ്ണ ബോധത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ. അത് ക്ലോത്ത്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, പണത്തിൻ്റെ കാര്യത്തിൽ, വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കാനാണ് ആഗ്രഹം, അത് എൻ്റെ ചോയ്സ് ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ, എനിക്ക് ജോലിക്കൊക്കെ പോകണം, ഞാൻ വീടും ഇതുമൊക്കെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സ്ത്രീ, വാട്ട് എവർ ഇറ്റ് ഇസ്, അവളുടെ ഇഷ്ടത്തിന് ഓട്ടോണമി എന്ന ആ ഒരു വാക്ക് അഗൈൻ ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. മൈത്രേയനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഈ ഓട്ടോണമി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പോയി ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഓട്ടോണമസ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ ഈ ഗേൾ ഫ്രണ്ട് മെറ്റീരിയലിൽ നിന്ന് കൂടുതൽ ആളുകൾ വിശേഷിപ്പിക്കുന്നത്. ചിലപ്പോൾ ഷോർട്ട്സ് ഒക്കെ ഇട്ടായിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അവളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കൊളോക്കിയൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഈ കോളേജ് പയ്യന്മാർ ഡിസ്കസ് ചെയ്യുമ്പം അവർ ഗേൾ ഫ്രണ്ട് മെറ്റീരിയൽ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം വൈഫ് മെറ്റീരിയൽ ആരായിരിക്കും? ചിലപ്പം എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ഒക്കെ ഉറപ്പായിട്ടും വീട്ടിൽ ചെയ്യും, എല്ലാവരെയും നോക്കും, ആൻഡ് യുനോ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന വട്ടെവർ ഇറ്റ് ഇസ്. ഓക്കെ. ഒരു മലയാളം വീഡിയോ ആയതുകൊണ്ട് കുലസ്ത്രീ എന്നൊരു വാക്ക് ഞാൻ യൂസ് ചെയ്യാം പെട്ടെന്ന് മനസ്സിലാവാൻ. സോ അതാണ് നമ്മൾ ഈ വൈഫ് മെറ്റീരിയലായിട്ട് ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡസ് ഇറ്റ് മേക്ക് സെൻസ് എന്ന് ചോദിച്ചാൽ നോ. കാരണം ഇന്ന് ലോകം മാറി. ഇന്ന് നമ്മളെപ്പോഴും പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലല്ല. അപ്പം നമ്മുടെ കുടുംബക്കാർ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലാണ്, ചില ഭാഗങ്ങളൊക്കെ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആണ് നമ്മുടെ തോട്ട്സ് മാറ്റേണ്ടത്. അല്ലാണ്ട് മാറിയ ഒരു ജനറേഷൻ അല്ലെങ്കിൽ മാറിയ ഒരു സൊസൈറ്റിയിലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റിയിടുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇന്ന് ലോകം മാറി, ഇന്ന് നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസിലാണ്. അപ്പോൾ ഒരു ഫ്രീ ഇന്ത്യ നമ്മൾ എൻജോയ് ചെയ്തിങ്ങനെ ജീവിക്കുമ്പം ഇല്ലില്ല നീ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി ലൈക്ക് ദിസ് എന്നും പറഞ്ഞ് നമ്മൾ തിരിച്ചുകൊണ്ട് ബ്രിട്ടീഷേഴ്സ് ഉള്ള ഒരു ഇന്ത്യയിലോട്ട് ഇപ്പം നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ ഫ്രീ ഇന്ത്യ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇല്ല ബ്രിട്ടീഷേഴ്സ് ഒന്നുകൂടെ 100 ഇയേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് അവരുടെ കീഴിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോ വേ എന്നേ നമ്മൾ പറയത്തുള്ളൂ.
അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഇന്നൊരു എംപവേർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പുറകോട്ട് ചിന്തിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ തിരിച്ചൊരു മാരേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിനകത്ത് കൊണ്ടിടുമ്പം അതിലും അവൾ ആ ഇക്വാലിറ്റി ആഗ്രഹിക്കുന്നത്. അവൾ ഈ ലോകം കണ്ടു, അല്ലെങ്കിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് അവളെ നമ്മൾ ട്യൂൺ ചെയ്തെടുത്തത്. അവളെ കൊണ്ട് തിരിച്ച് നമ്മൾ പേട്രിയാർക്കൽ സിസ്റ്റത്തിനകത്ത് ഇട്ടിട്ട് നീ എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെ ഭർത്താവിന് നീ ഉണ്ടാക്കി കൊടുത്താലേ വന്ന് അവർ പുള്ളി കഴിക്കത്തുള്ളൂ, പ്ലേറ്റ് പോലും എടുത്തുകൊണ്ട് പോകത്തില്ല, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഉടനെ വിത്തിൻ എ ഇയർ നീ കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അടുത്ത കുഞ്ഞ് പ്രസവിച്ചേ പറ്റത്തുള്ളൂ, നീ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ടേ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഷീ വോണ്ട് ബി ഏബിൾ ടു ബി ഇൻ ദാറ്റ് സിസ്റ്റം, ബിക്കോസ് ഷീ ഈസ് നോട്ട് ഇൻ ദാറ്റ് സിസ്റ്റം, ഷീ ഈസ് ഹിയർ. You cannot take her from here to here. And ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് പേട്രിയാർക്കി ഈസ്. ഈ പേട്രിയാർക്കി എന്ന് പറഞ്ഞ സിസ്റ്റമോ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സിസ്റ്റം തന്നെ എന്താണെന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഫുള്ള് വേസ്റ്റാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രോഗ്രസീവായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ എന്തോ നീ പറയുന്നേ എന്ന് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിസ്റ്റം എന്താണെന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട്, അത്ര സൂപ്പർ അല്ലെങ്കിലും ഒരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു അനാലജിയൊക്കെ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഓൾ ദിസ് ഈസ്, ആൻഡ് ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് നോ ഗേൾ ഫ്രണ്ട് മെറ്റീരിയൽ, വൈഫ് മെറ്റീരിയൽ. ഫസ്റ്റ് ഓഫ് ഓൾ, എ പേഴ്സൺ ഇസ് നോട്ട് എ മെറ്റീരിയൽ, ഓക്കെ? ഇറ്റ്സ് ജസ്റ്റ് എ പേഴ്സൺ, ആൻഡ് ട്രീറ്റ് ഹർ ഈക്വലി. ഷീ വിൽ ലവ് യു 10 folds ബാക്ക്. യാ. സോ ഈ റൂൾസും റെഗുലേഷൻസും കൺട്രോളും പേട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു ചങ്ങലകളും ഇല്ലെന്നുണ്ടെങ്കിൽ എ വുമൺ ഓർ എനിബഡി ഫോർ ദാറ്റ് മാറ്റർ വിൽ ബ്ലോസം. ഓക്കെ, ദേ വിൽ റീച്ച് ദെയർ മാക്സിമം പൊട്ടൻഷ്യൽ. അത് ആരാണെങ്കിൽ തന്നെ, സ്ത്രീ ആവണമെന്നൊന്നുമില്ല, ആരാണെങ്കിൽ തന്നെ, ഫോർ യു ടു റീച്ച് യുവർ മാക്സിമം പൊട്ടൻഷ്യൽ യു നീഡ് ടു ഫീൽ ഫ്രീ. ഈയിടെ പോലെ ഞാനൊരു കോട്ട് കണ്ടു, ഓഷോ ആണ് പറഞ്ഞിരിക്കുന്നത്. Love the person but give the person total freedom. Love the person but from the very beginning make it clear that you are not selling your freedom. So ലവിന് വേണ്ടി നമുക്ക് ഫ്രീഡത്തിനെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഫ്രീഡത്തിന് വേണ്ടി ലവ് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. സോ ഗേൾ ഫ്രണ്ട് ആണെങ്കിലും വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും ആരാണെങ്കിലും കൺട്രോളുള്ള റിലേഷൻഷിപ്പ് വർക്ക് ആവില്ല. And patriarchy is control. I hope you understood something from today's discussion. Please let me know your comments. Thank you so much.